ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ട്യൂസ്ഡേ Q&A സെക്ഷൻ, അതായത് ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലും DMസിലും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീക്ക് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലാസ്റ്റ് വീക്ക് വന്ന മെയിൻ ക്വസ്റ്റ്യൻ ആയിരുന്നു ഫേസ് ഷേവിങ്ങിനെ പറ്റിയിട്ട്. അതായത് നമ്മൾ ഫേസ് ഷേവ് എപ്പോൾ ചെയ്യണം, നമ്മൾ ഫേസ് ഷേവ് ചെയ്യുന്നതിന് മുന്നേ നല്ല ക്ലീൻ ആയിട്ട് ഫേസ് വെക്കണോ, ഡബിൾ ക്ലെൻസ് ചെയ്യണോ, അങ്ങനെയൊക്കെ ഒരേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിനെ പറ്റി തന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഫേസിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പ്രത്യേകിച്ച് നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് വരും, PCOD ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ചില ആൾക്കാർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും, ചില ആൾക്കാർക്ക് അത് നോർമൽ ആയിരിക്കും. പിന്നെ നോർമലി നമ്മൾ പറയാം, ഇപ്പൊ എന്നെ പോലെയൊക്കെയാണ്, ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്കിൻ എന്താ പറയുക, ആ ഒരു എക്സ്പോളേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഫേസ് ഷേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റീസൺസ് ആണ് ഫേസ് ഷേവ് ചെയ്യാൻ. പക്ഷെ എല്ലാവർക്കും ഉള്ള മെയിൻ കൺസേൺ ഫസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതെന്ന് വെച്ചാൽ ഫേസ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ടത്തെക്കാലം കട്ടിക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ്. അതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മിത്ത് തന്നെയാണ്, പണ്ട് മുതലേ ഉള്ള ഒരു മിത്താണ്. ഫേസ് ഷേവ് ചെയ്താൽ ഫേസ് ഭയങ്കര ഹെയർ ഗ്രോത്ത് കൂടും. അത് നമ്മളിലല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വീട്ടിലെ ആൺകുട്ടികളിൽ നിന്നാണ്. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ കസിൻസോ അല്ലെങ്കിൽ ബ്രദേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ടീനേജിന്റെ ടൈമിലാകുമ്പോൾ അവർക്ക് ഇച്ചിരി പൊടിമീശ പൊളയ്ക്കുന്ന കാലങ്ങളിൽ അപ്പൊ അവർക്ക് മീശ വരുമ്പോഴത്തേക്ക് എല്ലാവരും പറയും വടിച്ചു കളാം, കാരണം കുറച്ച് തിക്കായിട്ട് വരണമെങ്കിൽ അത് എടുത്തു കളഞ്ഞാലേ വരുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പൊ അവരത് എടുത്ത് കളയാറുണ്ട്. അവർക്ക് ഹെയർ ഗ്രോത്ത് നമ്മൾ ലിറ്ററലി കാണുന്നതാണ് അവർക്ക് ഭയങ്കര കട്ടിക്ക് മീശ വരുന്നത്. സത്യത്തിൽ ഇതിന്റെ റീസൺ അവർ അന്ന് മീശ എടുത്തു കളഞ്ഞുകൊണ്ടല്ല അവർക്ക് മീശ വരുന്നത്. നാച്ചുറലി അവർ വളരുന്നത് കൊണ്ട് ആ ഒരു പ്രോസസ് അഡോളസൻസിന്റെ പ്രോസസ്സ് കാരണം അവർക്ക് ആ ഹെയർ ഗ്രോത്ത്, അവർക്ക് ആ മീശയും താടിയൊക്കെ വളരുന്നത്. അവർ മീശ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും വളരും. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആണുങ്ങൾക്കും ഒരേ രീതിയിലാണല്ലോ മീശയും താടിയൊക്കെ വരേണ്ടത്, അല്ലല്ലോ. ലൈക്ക് എത്രയോ ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഫാമിലി തന്നെ ആ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. സോ ഷേവിങ്ങും ഹെയറിന്റെ തിക്നെസ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ചോദിക്കാറുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ, പക്ഷെ നമുക്കത് മനസ്സിലാവുമല്ലോ, നമ്മളത് കാണാറുണ്ടല്ലോ നേരിട്ട്. മീശ പഠിച്ചപ്പോഴത്തേക്ക് അത്രയും തിക്നെസ്സിൽ രണ്ടാമത് വന്നപ്പോൾ ആ കട്ടി കൂടിയത്. സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ ആ മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുടി നോർമൽ നമ്മൾ ഹെയർ എടുത്താലും അതിങ്ങനെ വളരുമ്പോൾ നമുക്ക് അതിന്റെ ബേസ് ഭാഗത്ത് കട്ടി കൂടുതലും, വളർന്നു കഴിയുമ്പോൾ ആ ഒരു കട്ടി കുറഞ്ഞ് തിന്നായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ എടുത്ത് കളയുമ്പോഴത്തേക്ക് ഇത് മൊത്തം എടുത്ത് കളഞ്ഞത്. പിന്നെ അത് വളരുമ്പോൾ ബേസിൽ നിന്ന് വളരുമ്പോൾ അത് തിന്നായിട്ടായിരിക്കില്ല, ആ കട്ടിയോട് കൂടിയാണ് വരുന്നത്. പിന്നെയാണ് അത് നാരോ ടേപ്പർ ചെയ്തിട്ട് സ്മോൾ ആയിട്ട് മാറുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിന് എടുക്കുന്ന ആ ഒരു സമയത്താണ് നമുക്ക് ആ ഹെയർ തിക്നെസ് തോന്നുന്നത്. അതല്ലാണ്ട് ഷേവ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെയറിന്റെ തിക്നെസ് കൂടാനായിട്ട് പോകുന്നില്ല. ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നുള്ളതാണ്. നിങ്ങൾ ഷേവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ ഒരു 20 ഏജ് എബോ ആയിട്ട് വേണം ഷേവ് ചെയ്യാൻ. ടീനേജേഴ്സിന്റെ ടൈമിൽ ഷേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടറിനെ കണ്ടിട്ട് വേണം ചെയ്യാൻ. അടുത്തത്, നിങ്ങൾ വീട്ടിൽ, ഞാൻ പണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ വീട്ടിൽ സഹോദരിമാരോ അല്ലെങ്കിൽ നമ്മളെ കസിൻസിനൊക്കെ ചെയ്യുന്ന ബ്യൂട്ടി ടിപ്സ് ഫോളോ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഞാനും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ സംഭവിക്കുന്നത്, അവര് ചെയ്യുന്നത് നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത, നമ്മളത് എടുത്തിട്ട് അവര് ചെയ്ത അതേ ഇൻസ്ട്രുമെന്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഷേവിംഗ് സെറ്റ് എടുത്തിട്ട് നമ്മളും ഷേവ് ചെയ്യാനായിട്ട് നിൽക്കും. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് ചെയ്യുമ്പോൾ അവര് പേഴ്സണൽ ഹൈജീൻ ആയിട്ട് യൂസ് ചെയ്ത സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബാക്ടീരിയ ക്രോസ് കണക്ട് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് ഫേസിൽ ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്തില്ലേ മുറിയാൻ ചാൻസ് ഉണ്ട്. രണ്ട്, നമുക്ക് മൂക്കുരു വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സോ അങ്ങനത്തെ പരിപാടിയൊന്നും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ക്ലീൻ ആയിട്ടുള്ള സാധനം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല അത് ക്ലീൻ ആയിട്ട് വെക്കണം. മാക്സിമം 2 പ്രാവശ്യം, അതിൽ കൂടുതൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. ഡിസ്പോസ് ചെയ്യുക, ന്യൂ വാങ്ങിക്കുകയും വേണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഷേവ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഡ്രൈ സ്കിൻകാർ ഷേവ് ചെയ്യരുതെന്നല്ല, നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസേഴ്സ്, അതല്ലെങ്കിൽ ഷേവിംഗ് ഫോംസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടും, അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ കൊടുക്കുന്ന സാധനം മാക്സിമം ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോമഡോജനിക് ആയിട്ടുള്ള ഫേഷ്യൽ ഓയിൽസോ മോയ്സ്ചറൈസേഴ്സോ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതല്ല നിങ്ങളുടേതൊരു ഡ്രൈ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂസ് വരാനായിട്ട് പോണില്ല. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഷേവ് ചെയ്യുന്ന ടൈമിങ്. എപ്പോഴും നമ്മൾ ഷേവ് നൈറ്റിൽ വേണം ചെയ്യാൻ. ഇത് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യണമോ? കാരണം ഷേവ് ചെയ്തിട്ട് നമ്മൾ പിന്നെ മുഖം കഴുകേണ്ടതല്ലേ. എപ്പോൾ നിങ്ങൾ ഫേസ് റേസർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, രാത്രി ആണെങ്കിൽ ഡബിൾ ക്ലെൻസിങ് മസ്റ്റ് ആയിട്ട് ചെയ്തിട്ട് വേണം ഫേഷ്യൽ
ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യാൻ. ഡബിൾ ക്ലെൻസ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. ഞാൻ ബേസിക്കലി ചെയ്യാറ് എൻ്റെ മോയ്സ്ചറൈസറോ അതല്ല, ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറോ അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വാസ്ലിൻ ഗ്ലൂട്ടാഹൈ ആണ്. അത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അലവേര ജെല്ലോ ആണ് എൻ്റെ ഫേസിൽ ഷേവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മൂന്നിൽ നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ആരും നമ്മൾ ഫേസ് ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് ആ ഫേസ് വാഷ് വെച്ചിട്ട് ഷേവ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം ഒന്ന് നമുക്ക് വാട്ടറി കൺസിസ്റ്റൻസിയാണ്, നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ഒന്ന് മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ട് നമ്മൾ അഴുക്ക് കഴുകി കളഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മളൊരു ഒരു മൈക്രോ ബ്ലീഡിങ് കണക്ക് ചെറിയ പ്രോസസ്സും കൂടെയാണ്. അപ്പൊ നമ്മൾ ഈ അഴുക്ക് ചിലപ്പം ഷേവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ പോസിനകത്തോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്, ഈ മുറിവൊക്കെ വരുമ്പോൾ. അപ്പൊ ആ ഒരു ക്രോസ് കണ്ടാമിനേഷൻ വരാതിരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഷേവ് ചെയ്യുന്നതിന് മിത്ത് പറഞ്ഞു, എപ്പോഴാണ് ഷേവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ഏത് സ്കിൻ ടൈപ്പ്, എങ്ങനെ സ്കിൻ പ്രിപ്പയർ ചെയ്യണം ഷേവ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു, എന്ത് വെച്ചിട്ടാണ് ഷേവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏത് ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷേവ് ചെയ്യേണ്ടത്. നമുക്ക് മെയിൻലി ഇങ്ങനെ 2 റേസേഴ്സ് ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യാറ്. ഇത് നമ്മൾ എപ്പോഴും ബോഡിയിൽ മാത്രമേ യൂസ് ചെയ്യാറ്, ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കയ്യിലെയും കാലിലെയും ഹെയർസ്, അണ്ടർആം ഹെയർസ് ഒക്കെ എടുത്ത് കളയാൻ ഇതാണ് ബെസ്റ്റ്. നമ്മുടെ ഫേസിലെ ഹെയർ കളയാനായിട്ട് ഇതാണ് ബെസ്റ്റ്. ഇതിന്റെ പഴയതാണ്, ഇതിന്റെ ക്യാപ്പൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുക്കാൻ. ഇത് ഏത് ബ്രാൻഡിനെയാന്ന് വെച്ചാൽ സിറോണ എന്ന് പറഞ്ഞ ബ്രാൻഡിനെയാണ്. ഇതും സിറോണ, ഇത് പ്ലഷിന്റെയും ഇത് സിറോണയുടെയാണ് പറയാൻ പറഞ്ഞത്. അല്ല, അവർ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക. അപ്പൊ നമ്മൾ കൈ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ആക്കും. നമ്മൾ ഇത്രയും ക്ലോസിൽ പിടിക്കണേ ഇത്. അപ്പൊ അത്രയ്ക്ക് കൊണ്ട് ഈ റെസ്ട്രിക്ഷൻ വരും. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എപ്പോഴും നമ്മുടെ ഹെയർ ഗ്രോത്ത് എങ്ങനെയാണ് അങ്ങോട്ട് വേണം ഷേവ് ചെയ്യാനായിട്ട്. അത് ഒരു സ്ഥലത്ത് ഒന്നോ അത് 2 പ്രാവശ്യം, അത് കൂടുതൽ വലിച്ചുകൊണ്ട് കുറെ പ്രാവശ്യം നിൽക്കാനായിട്ട് പാടില്ല. പിന്നെ അടുത്ത ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും ഒരു കട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ അപ്പം തന്നെ എന്താ കൂളിംഗ് എഫക്റ്റ് ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഡേ തൊട്ട് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ആയ കോജിക് ആസിഡ്, ടാനക്സാമിക് ആസിഡ് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഷേവ് ചെയ്യേണ്ട ഇത് ഏതാന്ന് മനസ്സിലായി, എങ്ങനെയാണ് നമ്മൾ ഷേവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അല്ലേ. ഇനി എന്താ സംശയം എന്ന് വെച്ചാൽ, നമ്മൾ ആഫ്റ്റർ ഷേവ് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആഫ്റ്റർ ഷേവിൽ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പറയും വിറ്റാമിൻ സി അടങ്ങിയ സാധനങ്ങൾ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പേഴ്സണലി പറയുന്നതെന്ന് വെച്ചാൽ, എന്റെ പേഴ്സണലി എനിക്ക് നടന്ന കാര്യം പറഞ്ഞുതരാം. വിറ്റാമിൻ സി സെറം ഞാൻ ഷേവ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ടൈമുകളിൽ യൂസ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ മാസ്ക് ഒക്കെ യൂസ് ചെയ്യായിരുന്നു. അപ്പോഴൊക്കെ എന്റെ സ്കിൻ അങ്ങോട്ട് ക്ലീൻ ആവുന്നുണ്ടായിരുന്നില്ല. ആദ്യം എനിക്ക് റീസൺ മനസ്സിലായി. പിന്നെയാണ് മനസ്സിലായത് ഷേവ് ചെയ്യുമ്പോൾ നമ്മളൊരു എക്സ്ഫോളിയേഷൻ നടത്തിയതാണ്. പിന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും വേണ്ട ഹൈഡ്രേഷൻ. പിന്നെ നമ്മൾ ഷേവ് ചെയ്തിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത സ്കിൻ ഡ്രൈയിങ് ആയിട്ടുള്ള ക്ലേ മാസ്കുകൾ കൊടുക്കുമ്പോൾ സ്കിൻ വീണ്ടും ഡ്രൈ ആവും. അപ്പൊ എന്ന് വെച്ചാൽ ആ ഡീഹൈഡ്രേഷൻ സ്കിന്നിൽ പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് തന്നെ ഫേസ് ഷേവ് ചെയ്തിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലേ മാസ്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതിനേക്കാളും നല്ല നിങ്ങൾക്ക് നല്ല ഷീറ്റ് മാസ്കുകൾ, ഫ്രാഗ്രൻസ് ഇല്ലാത്ത നമ്മുടെ ഫേസ് ഷോപ്പിന്റെ ഒക്കെ ഷീറ്റ് മാസ്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആഫ്റ്റർ ഷേവിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ഹൈഡ്രേഷൻ കൊടുക്കാൻ നല്ലതാണ്, അതൊക്കെ യൂസ് ചെയ്തോ. അതല്ലാണ്ട് പിന്നെ ഫോമിംഗ് ഫേസ് മാസ്കുകളൊന്നും യൂസ് ചെയ്ത്, അതല്ലാത്ത നോർമൽ ഷീറ്റ് മാസ്കുകൾ യൂസ് ചെയ്താൽ കുഴപ്പമില്ല, നോർമൽ ജെൽ മാസ്കുകൾ യൂസ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ യൂസ് ചെയ്യുന്ന സാധനങ്ങളിലാക്കൊന്നും സാലിസിലിക് ആസിഡ് സിറം, അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് സിറം, വിറ്റാമിൻ സിയുടെ കണ്ടന്റ് അല്ലെങ്കിൽ റെറ്റിനോളിന്റെ കണ്ടന്റ് ഒന്നും മാക്സിമം ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന സിറത്തിന് പകരം ഒരു ടൈപ്പിലുള്ള മോയ്സ്ചറൈസേഴ്സോ ടോണേഴ്സോ സിറംസോ, അതായത് വിറ്റാമിൻ സി, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, റെറ്റിനോൾ അല്ലെങ്കിൽ മെന്റലിക് ആസിഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരു രീതിയിൽ നമ്മുടെ ഫേസിൽ ആഫ്റ്റർ ഷേവിന് ശേഷം ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയന്റ് ഹൈലൂറോണിക് ആസിഡ്, ഗ്ലിസറിൻ, ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഷിയ ബട്ടർ, പെപ്റ്റൈഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, സിറമൈഡ്സ് ഒക്കെ നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. പിന്നെ മാക്സിമം ടോണേഴ്സ്, ഹൈഡ്രേറ്റിംഗ് സിറംസ്, ഹൈലൂറോണിക് ആസിഡ് പോലെയുള്ള സിറംസ് ഒക്കെ ഫേസിൽ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഫേസ് ഷേവ് ചെയ്യും ക്ലീൻ ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും വെക്കാൻ പറ്റും. അതല്ല അതിന് ശേഷം സ്കിൻ ഡ്രൈയിങ് ഏജൻസ് ഒന്നും മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം ഷേവ് ചെയ്യുമ്പോൾ ഡൗട്ടുകൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ അണ്ടർ ഐ ഏരിയയിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും വരുമ്പോഴത്തേക്ക്
നമ്മൾ എന്താണ് ഏത് ടൈപ്പ് അണ്ടർ ഐ സിറംസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോ അണ്ടർ ഐ പ്രോബ്ലംസ് ഓരോ ടൈപ്പ് അണ്ടർ ഐ സിറംസ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണില്ലെങ്കിൽ നമുക്ക് വിറ്റാമിൻ സി, കോജിക് ആസിഡ്, അതുപോലെയുള്ള അണ്ടർ ഐ, അതായത് സ്കിൻ ബ്രൈറ്റനിങ് ഏജൻസ് ഏതൊക്കെയാണ്, ഗ്ലൂട്ടാത്തയോൺ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡ്, ഇതൊക്കെ അടങ്ങിയ അണ്ടർ ഐ സിറംസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഹെറിഡിറ്ററി ആയിട്ടാണ് നമുക്ക് ആ ഒരു അണ്ടർ ഐ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇല്ലെങ്കിൽ അതൊരു പരിധി വരെ മാറ്റാനായിട്ട് പറ്റും. പരിധി വരെ ഇൻ ദ സെൻസ് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സിറ്റുവേഷൻ ഇരുന്ന അതിനേക്കാളും നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് 85% വരെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ അതിനപ്പുറത്തോട്ട് കംപ്ലീറ്റ്ലി അവിടെ ട്രാൻസ്പെറന്റ് ആവണമെന്ന് വെച്ചാൽ അത് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അണ്ടർ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാം. പക്ഷെ ഹെറിഡിറ്ററി ആയിട്ടാണ് ഇല്ലെങ്കിൽ അതിനൊരു പരിധി ഉണ്ട് മാറ്റാനായിട്ട്. എന്ന് പറഞ്ഞുകൊണ്ട് 50% നിൽക്കും എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ വരുന്നത് അണ്ടർ ഐ പഫ്നെസ്, അതായത് നമ്മുടെ ഈ അണ്ടർ ഏരിയയിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കഫീൻ ബേസ് ചെയ്തിട്ടുള്ള അണ്ടർ ഐ സിറംസ് ഒക്കെ വളരെ നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളതെന്നാണ് ഹോളോനെസ്, അതായത് നമ്മുടെ കണ്ണിന് കുഴിയിലോട്ട് ഇരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ടയേർഡ് ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈൽറോണിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള, അതായത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള അണ്ടർ ഏരിയയൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൈൽറോണിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള അണ്ടർ ഐ സിറംസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മെയിൻ ഇതിലോട്ട് വന്നാൽ, അതായത് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ടൈപ്പുള്ള അണ്ടർ ഐ സിറംസ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഫൈൻ ലൈൻസും റിങ്കിൾസും എപ്പോഴും വേണ്ടത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് അണ്ടർ ഐ ക്രീംസ്, റെറ്റിനോൾസ് ഉള്ളത് യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, 24 ഏജിന് എബോ ആൾക്കാർ മാത്രമേ റെറ്റിനോൾ ബേസ് ചെയ്തിട്ടുള്ള അണ്ടർ ഐ സിറംസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ മാത്രം അണ്ടർഐയിൽ ഈ ഒരു സംഭവം യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ മെയിൻ ആയിട്ട് ചോദിക്കുന്ന റെക്കമെൻഡേഷൻസ് ആണ്. റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാന്ന് നോക്കിയാൽ നമ്മുടെ മിനിമലിസ്റ്റിലെ അണ്ടർ ഐ സിറം റെറ്റിനോൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ അണ്ടർ ഐ സിറംസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഫോർമുല റെക്സിലെ അണ്ടർ ഐ സിറംസിലും റെറ്റിനോൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിൽഗ്രിമിന്റെ അണ്ടർ ഐ സിറംസിലും റെറ്റിനോൾ ഉണ്ട്. പിന്നെ കുറച്ച് ഹൈ എൻഡിൽ ഉള്ളതാണ്, പക്ഷെ ബ്യൂട്ടി ഓഫ് ജോസലിൽ നല്ല അണ്ടർ ഐ സിറമാണ് റെറ്റിനോൾ അടങ്ങിയത്. അതുപോലെ തന്നെ ഇൻകിലിസിലെ അണ്ടർ ഐ സിറംസിലും റെറ്റിനോൾ അടങ്ങിയതുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ വീക്കിലി 1 or 2 മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, റെറ്റിനോൾ അടങ്ങിയുണ്ട്. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നൈറ്റിൽ വേണം ഈ റെറ്റിനോൾ അണ്ടർ ഐ സിറംസ് യൂസ് ചെയ്യാൻ. മോർണിംഗിലും നൈറ്റിലും യൂസ് ചെയ്യാൻ നിൽക്കേണ്ട, നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നിങ്ങളുടെ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം 24 ഏജിന് മുമ്പ് മാത്രമേ അണ്ടർ ഐ ഏരിയയിൽ ഫൈൻ ലൈൻസിനും റിങ്കിൾസിനും വേണ്ടിയിട്ട് റെറ്റിനോൾസ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ ഒരു അണ്ടർ ഐ സിറം ഉണ്ട്, ഞാൻ എപ്പോഴും മറന്നുകൊണ്ട്, അതാണ് നമ്മുടെ ആക്സസ് ബൈഡ് അണ്ടർ ഐ സിറം. ഇതിനകത്ത് ഒരുവിധം എല്ലാം ഉണ്ട്. റെറ്റിനോൾസ് ഉണ്ട്. റെറ്റിനോൾ എന്ന് വെച്ചാൽ നമ്മുടെ കൊളാജൻ ബൂസ്റ്റിംഗ് ഏജൻസ് ഉണ്ട്, ട്രിപ്പിൾ ബൂസ്റ്റിംഗ് ഏജൻസ് ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരൊറ്റ സിറത്തിൽ കഴിയും. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർ ഐ സിറമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് റെറ്റിനോൾ ഇല്ല, പക്ഷെ കൊളാജൻ ബൂസ്റ്റിംഗ് ഏജൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് മോർണിംഗും നൈറ്റും യൂസ് ചെയ്യാം. ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ളതാണ് അതിന്റെ അപ്ലിക്കേറ്റർ ഒക്കെ. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി ഏത് കോമ്പിനേഷൻ സ്കിൻ ആണ് എനിക്ക് ഓപ്പൺ പോസ് വന്നു തുടങ്ങി എന്നുള്ളത്. ഇപ്പൊ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ഓപ്പൺ പോസ്, അതായത് ഈ ഓറഞ്ച് പീൽ അപ്പിയറൻസ് വരുന്നത് നോർമൽ ആണ്. പക്ഷെ അല്ലാത്തൊരു സമയത്ത് നമുക്ക് ഈ ഒരു ഓറഞ്ച് പീൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ പോസ് കണക്ക് തോന്നും, നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴും. അപ്പൊ ഏതാണ് സിറ്റുവേഷൻസ് എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഓപ്പൺ പോർ മാറ്റാനായിട്ട് ഏറ്റവും നല്ലത് ഏതെന്ന് വെച്ചാൽ നയാസിനമൈഡ് സിറമാണ്. കാരണം നയാസിനമൈഡ് ഹൈഡ്രേറ്റിംഗ് ഫാക്ടർ ഉണ്ട്, മാത്രമല്ല ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് നന്നായിട്ട് കുറയ്ക്കാനായിട്ടും പറ്റും. അപ്പൊ അങ്ങനെ വരുന്നത് ഡീഹൈഡ്രേറ്റഡ് സ്കിന്നിനും നയാസിനമൈഡ് നല്ലതാണ്. ഒരു കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നയാസിനമൈഡ്. മാത്രമല്ല സേഫ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും, അതായത് നമ്മളൊരു ചില സമയങ്ങളിൽ നമ്മളൊരു 18 താഴെയുള്ള ആൾക്കാർക്ക് പോലും നയാസിനമൈഡ് 5% സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാറുണ്ട്. അപ്പൊ ഏതൊരു ഏജ് ഗ്രൂപ്പുകാർക്കും ഏതൊരു സ്കിൻ ടൈപ്പുകാർക്കും ഏതൊരു ഇൻഗ്രീഡിയന്റ് കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നയാസിനമൈഡ് സിറം. ഇത് ഫേസ് വാഷിന്റെ ഫോമിലോ മോയ്സ്ചറൈസറിന്റെ ഫോമിലോ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയും, ഒരു കോൺസെൻട്രേറ്റഡ് സെറത്തിന്റെ ഫോമിൽ തന്നെ ഈ ഒരു നയാസിനമൈഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. 5% നയാസിനമൈഡിന്റെ റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിലുണ്ട്, പ്ലമ്മിലുണ്ട്, സുഗന്ധയിലുണ്ട്. അപ്പം അതിലൊക്കെ 5% നയാസിനമൈഡ് ഉണ്ട്. അതല്ല നിങ്ങൾക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10% പോകണമെങ്കിൽ മിനിമലിസ്റ്റിലുണ്ട്, നമ്മുടെ ഡോക്ടർ ഷീറ്റിലുണ്ട്, അതുപോലെ പ്ലമ്മിലുണ്ട്, സുഗന്ധയിൽ തന്നെ ഉണ്ട് 10%, ഡെർമക്കോയിലുണ്ട്. പിന്നെ 12% ആണ് ഫോക്സ്റ്റൈൽ ഉള്ളത്. ഫിക്സ്ഡമിൽ 20% ഉണ്ട്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, പക്ഷെ 20% ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഏത് ഒരു 5 to 10, 12, 20% കോൺസെൻട്രേഷൻ നമുക്ക് നയാസിനമൈഡ് അവൈലബിൾ ആണ്. പക്ഷെ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും 5% സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾ 10% വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ദിവസം നൈറ്റ് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്തത് അതിന്റെ നെക്സ്റ്റ് ഡേ നൈറ്റിലും 10% നയാസിനമൈഡ് യൂസ് ചെയ്യുക. അതിലായിട്ട് കണ്ടിന്യൂസ് മോർണിംഗും നൈറ്റും
മോർണിംഗും നൈറ്റും 10% നയാസിനമൈഡ് സിറം ബിഗിനേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ മിസ് ചെയ്ത 10% നയാസിനമൈഡ് സിറം ആണ് ദ ഓർഡിനറിയുടെ നയാസിനമൈഡ് സിറം. അപ്പൊ ഇന്നത്തെ Q&A സെക്ഷൻ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് Q&A അതല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാനുള്ളതാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.